പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മളോടൊപ്പം ഉള്ളത് ഒരു വൈബ് അതിഥിയാണ്. തൃശ്ശൂരിന്റെ രോമാഞ്ച കഞ്ചുകം. ആരാണ്? സാക്ഷാൽ ഗോപാലകൃഷ്ണൻ. ബി ഗോപാലകൃഷ്ണൻ സാർ. യെസ്, ചോദിക്കാം, എന്താണ് തൃശ്ശൂരിലെ ആവേശം? തീർച്ചയായും. ഗുഡ് ഈവനിങ് ശ്രീ ഗോപാലകൃഷ്ണൻ. ഗുഡ് ഈവനിങ്. കാറിലാണല്ലോ, യാത്ര ചെയ്യുവാണോ? ഗുഡ് ഈവനിങ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, വണ്ടി ഓടിക്കല്ല, വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ധാരാളം അപശബ്ദങ്ങളൊക്കെ കേൾക്കാം. സാരമില്ല, ഇന്ന് അർജന്റീനക്കാർ കുറച്ച് അപശബ്ദങ്ങളൊക്കെ കേട്ടിക്കോട്ടെ. ഗോപാലകൃഷ്ണൻ ആരോടൊപ്പമാണ്? എനിക്ക് അതാണ് അറിയേണ്ടത്. ഞാൻ നല്ല കളി കളിക്കുന്നത് ആരാണോ അവരോടൊപ്പമാണ്. അതൊരു ബുദ്ധിപരമായ തീരുമാനമാണ്. സ്പെയിനാണോ അർജന്റീനയാണോ? ആര് കപ്പെടുക്കണം? അർജന്റീനയ്ക്കൊപ്പമാണോ? അല്ല, വാസ്തവത്തില് ഈ കളി ഞാൻ എന്നും ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഒരു മണിക്കൂർ രാവിലെ ഫുട്ബോൾ കളിച്ചില്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം എനിക്ക് വലിയ നഷ്ടമാണ് എന്ന് കരുതുന്ന ആളാണ് 45 വയസ്സിന് മുകളിലുള്ള വെറ്ററൻസ് FC പാലസ് എന്ന് പറയുന്ന തൃശ്ശൂരിലെ 100 അംഗങ്ങളുള്ള ഒരു ക്ലബിന്റെ പ്രസിഡന്റാണ്. ചില സന്ദർഭങ്ങളിൽ ആ ക്ലബ്ബ് നടത്തുന്ന മത്സരങ്ങളിൽ അതിന്റെ ക്യാപ്റ്റൻ ആവാറുണ്ട്. അപ്പൊ ഫുട്ബോൾ എന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഫുട്ബോളിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാനത് എൻ്റെ ഒരു വിശകലനം പറഞ്ഞാൽ, എല്ലാവരും അർജന്റീന ജയിക്കണം എന്നുള്ളതാണ് പലരുടെയും. അത് അർജന്റീനയേക്കാൾ കൂടുതൽ മെസ്സിയോടാണ് അവർക്കെല്ലാം ഇഷ്ടം. മെസ്സിയെ പോലെയുള്ള ഒരു താരം സ്പെയിനിലില്ല. അതാണ് സ്പെയിനിന്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് കാണുന്നത്. പക്ഷെ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. പറയട്ടെ? അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള വ്യത്യാസം, അർജന്റീന കളിക്കുന്ന കളിയല്ല സ്പെയിൻ കളിക്കുന്ന കളി. സ്പെയിനിന്റെ കളി ടിക്ടോക്ക് എന്ന രീതിയിൽ വൺ പാസ് ആണ്. അതായത് വൺ ലൈനിൽ ആണ് പാസ് കൊടുക്കുക. അതായത് ഒരാള് പന്ത് അധിക നേരം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല.